ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ സമയത്ത് ശക്തമായൊരു ദൈവിക ദൂത് ഞാൻ നിങ്ങളോട് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം എൻ്റെ 2-ാം അധ്യായം. യേശു ശക്തമായൊരു അത്ഭുതം അതിനകത്ത് ചെയ്യുകയാണ്. അത്ഭുതം എങ്ങനെയാണ്? യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 6 കൽപ്പാത്രങ്ങൾ ആ വീട്ടിന് പുറത്തുണ്ടായിരുന്നു. ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി അതിൻ്റെ വക്കോളം നിറച്ചു. അതിനെ അത്ഭുതകരമായി സ്വർഗത്തിലെ ദൈവം അതിനെ വീഞ്ഞാക്കി മാറ്റി. ഇന്ന് രാത്രി ഞാൻ ശക്തമായി നിങ്ങളോട് പറയുകയാണ്, പലരും നിങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ അത്ഭുതമായി മാറും. പലരും നിങ്ങളെ നോക്കി നിസ്സാരവൽക്കരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ മുമ്പിൽ ഏറ്റവും ശക്തമായതായി മാറും. പലരും നിങ്ങളെ നോക്കി വിലയില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ പലരുടെ മുമ്പിലും ഏറ്റവും വിലയുള്ളതായി മാറും. നിങ്ങൾക്കൊരു സ്ഥാനമില്ലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറും. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മീക ദൂതിനകത്തേക്ക് മാത്രം ഞാൻ പ്രവേശിക്കുകയാണ്. യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 6 കൽപ്പാത്രങ്ങൾ, ശുദ്ധീകരണ നിയമം അനുസരിച്ച് 6 കൽപ്പാത്രങ്ങൾ വീട്ടിൻ്റെ ഉമ്മരപ്പടിയിൽ അല്ലെങ്കിൽ മുൻഭാഗത്താണ് ഇരിക്കേണ്ടത്. എന്നാൽ വീട്ടിനകത്തൊരു പ്രധാന സ്ഥാനം വന്നപ്പോൾ അതിനവിടെ വയ്ക്കാൻ കൊള്ളില്ല, അതിനവിടെ വയ്ക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അതിന് പുറം പറമ്പിലേക്ക്, അതിന് വീട്ടിന് പുറകിലേക്ക് തള്ളിക്കളയുകയാണ്. ആരെങ്കിലുമൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? 4 പേര് കൂടുന്നിടത്ത് ചേർത്ത് നിൽക്കാൻ നിങ്ങളെ കൊള്ളത്തില്ല. ചേർത്ത് നിർത്താൻ നിങ്ങളെ അതിന് യോഗ്യതയുള്ള വ്യക്തിയല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞെങ്കിൽ സാരമില്ല. നിങ്ങളുടെ കാലഘട്ടത്തിനകത്തേക്ക് യേശു കടന്നു വരികയാണ്. ഒരു പുതിയൊരു കാലഘട്ടം നിങ്ങളിൽ കർത്താവ് തുറന്നു വയ്ക്കുകയാണ്. പലരും മുൻപന്തിയിൽ നിന്ന് നിങ്ങളെ മുൻപിലേക്ക് നിർത്താൻ കൊള്ളില്ല, അതിനുള്ള പ്രാപ്തിയില്ല, കഴിവില്ല, യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നിടത്ത് യേശു കർത്താവ് നിങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവരും. അന്നു വരെ ആ വീട്ടിൽ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ആ കൽപ്പാത്രങ്ങൾ ആ വീടിൻ്റെ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നും നിങ്ങളുടെ ആവശ്യം അവിടെ അനിവാര്യമാണ്. എന്നാൽ പ്രധാന ഒരു വിഷയം വന്നപ്പോൾ നിങ്ങളെ പുറകിലേക്ക് തള്ളി മാറ്റുന്ന അനുഭവങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ തല ഉയർത്തുന്നൊരു കാലഘട്ടത്തിനകത്തേക്ക് യേശു നിങ്ങളെ കൊണ്ടുവരികയാണ്. നോക്കണേ, യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 6 കൽപ്പാത്രങ്ങൾ, അതിനകത്തിരിക്കുന്ന വെള്ളം, അതിനകത്ത് വഹിക്കുന്ന വെള്ളം, ആ വെള്ളമെടുത്ത് വീട്ടിലേക്ക് വരുന്ന മനുഷ്യർ അവരുടെ കൈയും കാലും ഒക്കെ കഴുകും. ഞാൻ നേരിട്ട് ദൈവിക ദൂതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആരുടെയെങ്കിലേക്ക് കാൽ ചുവട്ട് കിടക്കുവാനല്ല, ദൈവം നിങ്ങളുടെ ആത്മീക ഭൗമിക തലത്തെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലുമൊക്കെ നിങ്ങളെ മാറ്റി നിർത്തുന്നെങ്കിൽ പ്രിയരെ, ഭാരപ്പെടരുത്. അവർ മാറ്റി നിർത്തുകയാണ്, പക്ഷേ ദൈവം നിങ്ങളെ അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. നിങ്ങളെ നിഷേധിക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ അംഗീകരിക്കുന്ന ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. നോക്കണേ, കാൽ ചുവട്ടിൽ കാൽ കീഴിൽ ഉപയോഗിക്കേണ്ട വെള്ളം വഹിക്കുന്ന കൽപ്പാത്രങ്ങൾ ഒരു വീട്ടിൽ 1 മതിയായിരിക്കും. പക്ഷേ അവിടെ 1-ലധികം 6 കൽപ്പാത്രങ്ങൾ, അതായത് കാലാകാലങ്ങളിൽ മാറ്റപ്പെട്ട കൽപ്പാത്രങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ കല്യാണമായതുകൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ഒത്തിരി കൽപ്പാത്രങ്ങൾ അവിടെ അങ്ങനെ വന്നതോ ആയിരിക്കാം. എന്തായാലും അത് വളരെ ഉപയോഗിക്കാൻ യോഗ്യതയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ആ കൽപ്പാത്രങ്ങളുടെ അകത്തേക്ക് വെള്ളം കോരി ഒഴിക്കുവിൻ എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഞാനൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. നിങ്ങളെ ആരുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിയോ അവരുടെ മുൻപിൽ, അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ, അവരുടെ മുൻപന്തിയിൽ നിങ്ങളെ വിലയുള്ളവരാക്കി മാറ്റുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മറുകയാണ്. അങ്ങനെ വരുവാനിടയായത് യേശുവിൻ്റെ വരവാണ്. യേശു നിന്നിലേക്ക് അടുത്തതാണ് നിൻ്റെ ജീവിതം മാറാൻ വേണ്ടി പോകുന്നത്. യേശു നിന്നെ തിരഞ്ഞെടുത്തതാണ് നിൻ്റെ ജീവിതം മാറാൻ വേണ്ടി പോകുന്നത്. എവിടേക്കോ തള്ളപ്പെട്ട നിങ്ങളുടെ അടുക്കലേക്ക് യേശു വന്നതാണ് മാന്യതയുള്ളവരായി മാറ്റപ്പെടാൻ വേണ്ടി പോകുന്നത്. ഒരു ഉയർന്ന തലങ്ങളിലേക്ക് ദൈവം നിങ്ങളെ മാറ്റുകയാണ്.
താഴ്ന്ന തലത്തിൽ നിന്നും ഉയർന്ന തലത്തിൽ നിങ്ങൾ വരണമെന്നും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പേ നിന്ദിക്കപ്പെട്ടവരുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദൂത് ഞാൻ മുൻപിൽ വെച്ച് ആമേൻ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തള്ളപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ബലപ്പെടുക. നിങ്ങൾക്കൊരു പുതിയ കാലഘട്ടം സ്വർഗം തുറക്കുകയാണ്. കാൽച്ചുവട്ടിലല്ല, പുതിയൊരു ആത്മീക തലത്തിലേക്ക്, ഒരു ഉയർന്ന തലത്തിലേക്ക് സ്വർഗം നിങ്ങളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു.